അർജുൻ്റെ സഹോദരി മനഃപൂർവ്വം മനാഫിനെ ഒഴിവാക്കുന്നതാണോ അതല്ലെങ്കിൽ അവഗണിക്കുന്നതാണോ? തീർച്ചയായിട്ടും അവരുടെ ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോഴും ശരിക്കും മനസ്സിലേക്ക് ഓടിയെത്തിയ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കുന്നത്. അർജുൻ്റെ മൃതദേഹം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് നടന്ന പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും മനാഫിൻ്റെ പേര് അവർ പരിശ്രമിച്ചില്ല. ഒരുപക്ഷെ ആ വീഡിയോ മുഴുവൻ കാണുകയും അതിലെവിടെയെങ്കിലും മനാഫിൻ്റെ പേര് ഉൾക്കൊള്ളിക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയൊന്നും മനാഫിൻ്റെ പേര് ഉൾക്കൊള്ളിക്കുന്നത് കണ്ടില്ല. അവസാനം രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂവിൽ അവരോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ, മനാഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായ രീതിയിൽ ഒരു ഉത്തരം നൽകാതെ പോലെ എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡും എൻ്റെ നാട്ടുകാരും ഇങ്ങനെയുള്ള പല ആളുകളോടൊപ്പം മനാഫും കഷ്ടപ്പെട്ടു എന്ന രീതിയിൽ മാത്രമാണ് അവർ പറഞ്ഞത്. അതായത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വീട്ടുകാർ, തീർച്ചയായിട്ടും ഇവരുടെ ഹസ്ബൻഡും ഇവരുടെ വീട്ടുകാരും കഷ്ടപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിലവർ പറയുന്നത് ഇങ്ങനെ: വികാരപരമായാണ് സംസാരിക്കുന്നത്. മനാഫിനെ ആക്രമിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടുകയായിരുന്നു സൈബർ ഇടത്ത്. നിങ്ങളുടെ കുടുംബത്തിന് നേരെയോ അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അഞ്ജുൻ എന്താണ്? മനാഫ് ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ മനാഫ് ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻ ഖാൻ എന്ന് പറഞ്ഞിട്ട് ലോറിന്റെ യഥാർത്ഥ ഓണർ മുബീൻ ഖാൻ ആണ്. മനാഫ് ആണെങ്കിലും മുബീൻ ഖാൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട്, പക്ഷെ നമ്മൾ കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ എന്റെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും കൃഷ്ണ, അമ്മ, എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി. ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു. ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എന്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം. അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മനാഫ് ഖാന്റേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പം ഇത് നമ്മൾ മുബീൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ്. പുള്ളി നമ്മുടെ കുടുംബത്തിൽ, ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട്. പുള്ളി സൈലന്റ് ആണ്, ആരും അറിയുന്നില്ല, അറിയപ്പെടാത്ത ആളുകളാണ്. പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ. അതെ, ഈ വീഡിയോയിൽ അവർ പുതിയൊരു പേര് പരാമർശിക്കുന്നുണ്ട്: യഥാർത്ഥ ലോറിയുടെ ഓണർ. അവർ സൈലൻ്റായി പരിശ്രമിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ അർജുൻ്റെ ലോറി മിസ്സായതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോഴേക്കും പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ടി വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മനാഫിനാണ്. അതിനകത്ത് കള്ളപ്പണമായത് കൊണ്ടാണ് മനാഫ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന രീതിയിലായിരുന്നു പല ആളുകളും പറഞ്ഞത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിയും വന്നു മനാഫിന്. മനാഫിൻ്റെ കള്ളക്കളി, മനാഫിൻ്റെ കുഴൽപ്പണ വേട്ട, അർജുനെ ജീവനയോടെ മനാഫ് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, മനാഫിൻ്റെ ലോറി മറ്റൊരിടത്തേക്ക് മാറ്റി മനാഫ് തന്നെ തന്ത്രം മെനയുകയാണ് എന്ന രീതിയിലൊക്കെ മനാഫിനെതിരെ പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെയും തന്നെ ഉണ്ടായി. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴും ഇതുപോലൊരു ലോറിയുടെ ഓണർ ഒരിക്കൽ പോലും പ്രത്യക്ഷത്തിൽ വരികയോ അവർക്കെതിരെ ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുകയോ ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ അർജുൻ്റെ ലോറി ഒരിക്കലും തന്നെ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയാണ് മനാഫ് എന്നും ആളുകളുടെ കണ്ണിൽ പലതരത്തിലായിരിക്കും അവനെ കാണുക. അത്രത്തോളം വ്യക്തിഹത്യയാണ് മനാഫിനെതിരെ ഈ വിഷയത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. മനാഫിനെതിരെ ബൈജു എന്നൊരു യൂട്യൂബർ പറഞ്ഞ ഒരു കാര്യം, തീർച്ചയായിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ മനാഫിനുണ്ടായ മാനസികാവസ്ഥ എത്ര വലുതായിരിക്കും. ഇവൻ മനുഷ്യ മൃഗമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഒരു വാസ്തവമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ഇവനെ പോലുള്ള മന്ദബുദ്ധികൾക്ക് എങ്ങനെ സാധിക്കുന്നു? നമുക്കതിൻ്റെ ചെറിയൊരു പാർട്ട് ആദ്യം നോക്കാം. വലിയ ചോദ്യമുണ്ട്. ഇത് മനാഫ് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. മനാഫെ, ഇത് നിന്റെ ലോറിയിൽ കൊണ്ടുവന്ന ലോഡിന്റെ ഒരു ഇൻവോയ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറയാം. നീ കൊണ്ടുവന്ന ഈ 22,000 രൂപയുടെ ഈ ലോഡ് എന്തായിരുന്നു മനസ്സെന്ന് പറഞ്ഞതാ. 22,000-ന് നീ ഗോവയിൽ പോയിക്കൊണ്ട് ഒരു ഫുൾ ലോഡ് കൊണ്ടുവന്നത്. എത്രത്തോളം നികുതി വെട്ടിപ്പാണ് നീ നടത്തിയത്? അത് ലക്ഷങ്ങൾ, എത്രത്തോളം ലക്ഷങ്ങൾ ഇതുപോലെ നീ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ അർജുന്റെ മൊബൈൽ എങ്ങനെ 2 ദിവസം വെള്ളത്തിൽ പൂട്ടിട്ട് ശബ്ദിച്ചു എന്ന് നീ എങ്ങനെ പറയുന്നു? ഈ ലോഡ് എവിടേക്കുള്ളതായിരുന്നു? ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയ, ചളിയിൽ മുങ്ങിപ്പോയ ഈ ട്രക്ക് ഒരുപാട് നേരം ഓണിലായിരുന്നു, സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്ന് നീ എന്തിനാണ് നുണ പറഞ്ഞത്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കേണ്ടതുണ്ട്. ഈ ലോറി ഇവന്റെ മനാഫിന്റെ കയ്യിൽ തന്നെ ഇപ്പോഴും എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടായിരിക്കാം.
അതെ, ഇതുപോലുള്ള വ്യാജമായ പലതരത്തിലുള്ള വാർത്തകളാണ് മനാഫിനെതിരെ പലപ്പോഴും പല ചാനലുകളും പഠിച്ചുവിട്ടത്. അതിൽ തന്നെ മലയാളി വാർത്ത, ABC, ഈ മലയാളി വാർത്ത എന്ന് പറയുന്ന ചാനൽ രാവിലെ എഴുന്നേൽക്കുക, അതിൻ്റെ റിപ്പോർട്ടർ ആരോടെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കുക, മനാഫ് കള്ളനാണോ, മനാഫ് കുഴൽ പണക്കാരനാണോ, മനാഫ് എന്തിനാണ് ഈ ലോറി എടുക്കാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ ചോദ്യം ചോദിക്കുക, മനാഫിനെ കുറ്റം പറയുക. ഇത് മാത്രമായിരുന്നു ആ ചാനലിൽ പല ദിവസങ്ങളിലും വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പേരിൽ മാത്രമാണ് ആ ചാനൽ കുറച്ച് ദിവസമെങ്കിലും അരി വാങ്ങിച്ച് കഴിച്ചത് എന്ന് തന്നെ തോന്നിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലും മനാഫിനെ ആക്രമിക്കാത്ത ഒട്ടുമിക്ക ചാനലുകളും ഇല്ല എന്നത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. എല്ലാവരെയും മനാഫിനെതിരെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തത് ഇവരെ പോലുള്ള മന്ദബുദ്ധികളായ യൂട്യൂബർമാരാണ്. പക്ഷേ പിൽക്കാലത്ത് അതിനൊക്കെ അതിജീവിച്ച് മനാഫ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും എങ്ങനെയെങ്കിലും അത് പുറത്തെടുക്കണം എന്ന രീതിയിൽ പലതരത്തിലും പരിശ്രമിക്കുകയും അവസാനം അതിനെ പുറത്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒറ്റവാക്കിൽ പറഞ്ഞ പേരാണ് ഇത് മനാഫിൻ്റെ വിജയമാണ്, മനാഫാണ് ഇതിന് മുഴുവനുമായി ചുക്കാൻ പിടിച്ചത് എന്ന് തന്നെ. കാരണം അതൊക്കെയും തന്നെ നമ്മൾ ലൈവായി കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മനാഫിനെ നമ്മൾ ഇത്രത്തോളം ആത്മാർത്ഥതയോടെ ഇഷ്ടപ്പെട്ടതും. പക്ഷേ ആ സമയത്ത് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇവരുടെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഇവരുടെ സഹോദരിയോട് ചോദിച്ചപ്പോൾ നമ്മളൊക്കെയും തന്നെ പ്രതീക്ഷിച്ചത് ആദ്യം തന്നെ ഇവർ മനാഫിന് ഒരു നന്ദി പറയും എന്നായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഒരിടത്ത് പോലും മനാഫിൻ്റെ പേര് പോലും പരാമർശിച്ചില്ല. അവസാനം രണ്ടാമതൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ ചോദിച്ചപ്പോൾ അവർ മനാഫിനോടൊപ്പം അതല്ലെങ്കിൽ മനാഫിന് മുകളിൽ അവർ വേറൊരാളെ കണ്ടെത്തുകയും ഇതിൻ്റെ പേരിൽ സൈബർ ആക്രമണം മനാഫ് നേരിട്ടു എന്ന രീതിയിൽ വളരെ ലാഘവത്തോടെ അത് പറയുകയും മനാഫിനെ തികച്ചും തഴയുന്നത് പോലെ തോന്നുകയും ചെയ്തു. അതിനുമപ്പുറം അവർ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഹസ്ബൻഡ്, ഇങ്ങനെയുള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ ബോഡി ലഭിച്ചത് എന്ന രീതിയിലും, ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മിസ്സായാൽ നമ്മളല്ലാതെ മറ്റാരാണ് കഷ്ടപ്പെടേണ്ടത്, അത് ഒരിക്കലും ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ ബാധ്യത മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ ഒരാളെ മിസ്സാവുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് അവരെ അന്വേഷിച്ച് നടക്കേണ്ടതും അതിന് വേണ്ടുന്ന വാതിലുകളൊക്കെയും തന്നെ മുട്ടേണ്ടതും അത് തുറക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കേണ്ടതും മറ്റുമൊക്കെയും തന്നെ ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മനാഫ് എന്ന ലോറിയുടെ ഓണർ 72 ദിവസത്തോളം അവിടെ തന്നെ ചിലവഴിക്കുകയും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടും ഇവർ പറയുന്നത് എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബക്കാരും ഒരുപാട് കഷ്ടപ്പെട്ടെന്നും അതോടൊപ്പം മനാഫും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലും അതോടൊപ്പം മനാഫിന് മുകളിൽ ഒരു ലോറി ഓണറും ഉണ്ടെന്ന്. ഒരു പക്ഷേ ഇത്രയൊക്കെ സൈബർ ആക്രമണത്തിന് മനാഫ് നേരിടേണ്ടി വരുമ്പോൾ ഈ ലോറി ഓണർ എവിടെയായിരുന്നു? അദ്ദേഹം സൈലന്റ് ആണെങ്കിൽ അദ്ദേഹം ഇക്കാര്യത്തിലും സൈലന്റായി തന്നെയാണ് നിൽക്കേണ്ടത്. ഒരുപക്ഷെ ഒരു കാരണവശാലും ആളുകൾക്കൊന്നും അറിയാത്ത രീതിയിൽ ഇതിനുവേണ്ടി പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഓണർക്കെതിരെ എന്തുകൊണ്ട് ഇതുവരെ ഇവരുടെ പേര് പോലും ആരും തന്നെ പരാമർശിച്ച് കേട്ടിട്ടില്ല. ഇത്ര ദിവസമായി ഒരിക്കൽ പോലും ഒരാൾ പോലും ഇവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ എപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടായത് മനാഫിന് മാത്രമാണ്. കാരണം 72 ദിവസത്തോളം അവിടെ തന്നെ ചിലവഴിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കുകയും ചെയ്തിട്ട് പോലും അവസാനം മനാഫിൻ്റെ പേര് ഉറക്കെ ഉച്ചത്തിൽ സന്തോഷത്തോടെ വിളിച്ച് പറയേണ്ടടുത്ത് ഇവർ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നിപ്പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മലയാളികളെല്ലാവരും പൊട്ടന്മാരല്ല, അവർ ദിനം പ്രതി ഇവരുടെ ന്യൂസുകളൊക്കെയും തന്നെ കണ്ടവരാണ്. അവരെല്ലാവരും മനാഫിന് എന്താണ് ഇത്രമാത്രം ഈ ലോറി പുറത്തെടുക്കാൻ ആഗ്രഹം, ചിലപ്പോൾ അതിൽ അവർ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവുമോ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചു പോയി. പക്ഷേ എന്നിട്ട് പോലും മനാഫ് പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞപ്പോൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം മനാഫിനെ സ്നേഹവാഗ്ദാനങ്ങൾ കൊണ്ട് ചൊരിഞ്ഞപ്പോഴും തള്ളിപ്പറഞ്ഞ ചാനലുകളൊക്കെയും തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചപ്പോഴും ആർക്കു വേണ്ടിയാണോ മനാഫ് ഇത്രത്തോളം കഷ്ടപ്പെട്ടത് അവരുടെ വീട്ടുകാർ മാത്രം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തഴയുന്നത് എന്ന് ഒരിക്കലും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും നന്ദിയില്ലായ്മ എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒപ്പം നിന്ന ഒരുപാട് ജനപ്രതിനിധികളുടെ പേരൊക്കെയും തന്നെ വിളിച്ചു പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇവരോടൊക്കെ നമ്മളെല്ലാവരും തന്നെ കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിനുമപ്പുറം ഇതൊക്കെയും തന്നെ ഇവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ പറയുമ്പോൾ അത് ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരേണ്ടത് അവരുടെ അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതുപോലെയല്ല
മനാഫ് ആ ദിവസം അവിടെ നിൽക്കുകയും പിന്നീട് അവൻ്റെ വഴിയിലൂടെ അവൻ പോവുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ഇതുപോലുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിക്കുവാനും അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ അർജുനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് തൻ്റെ അമ്മയ്ക്ക് വാക്കു നൽകിയതിന് ശേഷം അത് പാലിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും അവസാനം ആ അർജുൻ്റെ ബോഡി കിട്ടിയപ്പോൾ നിറ കണ്ണുകളോട് അത് കാണുകയും ചെയ്തപ്പോൾ കേരളക്കര ഒന്നടങ്കം അവനോടൊപ്പം എത്രമാത്രം വേദനിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. പക്ഷേ എന്നിട്ട് പോലും ഇവർ തഴയുമ്പോൾ വളരെയധികം മാനസിക വിഷമമാണ് തോന്നിപ്പോകുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, നിങ്ങൾ എത്രയൊക്കെ ആരൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും എല്ലാത്തിനും മുമ്പിൽ ഞങ്ങളുടെയൊക്കെ കണ്ണിൽ നിലനിൽക്കുന്നത് മനാഫ് എന്ന ആ വ്യക്തി മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈശ്വർ മൽപെ പോലുള്ള പല ആളുകളും ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം തന്നെ പല ആളുകളെ തഴയുകയും പലതരത്തിലും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെയും നമ്മൾ എത്ര തന്നെ നന്ദി പറഞ്ഞാലും തീരുകയില്ല. കാരണം അത്രത്തോളം ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനു മുകളിൽ തന്നെ ആയിരുന്നു മനാഫിൻ്റെ സ്ഥാനം എന്ന കാര്യത്തിലും സംശയമില്ല.